വർഷത്തിൽ നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു ഫീൽഡ് പറഞ്ഞുതരാം. ജനുവരി, ഫെബ്രുവരി, മാർച്ചിലാണ് ഇതിന് സീസൺ വരുന്നത് കേട്ടോ. നല്ലൊരു ക്ഷമയുണ്ടെങ്കിൽ ആർക്കും ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാം കേട്ടോ. സ്മോക്ക് അടിച്ച് ചത്തുപോയില്ലേ തേനെടുക്കാൻ പോകണം. അപ്പൊ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് പുക കൊടുക്കുക. ഈ ഈച്ച പുറത്തുള്ള ഈച്ചല്ലേ, ജസ്റ്റ് ഒന്ന് പുക അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് തോന്നുമ്പോൾ മേലത്തെ ബോക്സിലേക്കും തേനുണ്ടാവുക. കുഞ്ഞും മക്കളൊക്കെ അടിഭാഗത്ത്. പിന്നെ മേലെയുള്ള 2 ബോക്സിലാണ് തേൻ, ഹണി ചേമ്പർ എന്ന് പറയും, മേൽഭാഗത്ത്. എന്റെ പേര് ഷിൻഡോ എന്നാണ്, ഷിൻഡോ PS. എന്റെ വീട് വിയകുർശിയിലാണ്. ഇത് ഞാൻ തേനീച്ച വെച്ചിരിക്കുന്ന ഒരു പ്ലേസ് ആണ്. ഇതുകൂടാതെ എനിക്ക് 4-5 പ്ലേസ് തേനീച്ചക്കൂട് വേറെ ഞാൻ വെച്ചിട്ടുണ്ട്. പാലക്കത്തുണ്ട്, വിയകുർശിയിലുണ്ട്, അരിയങ്കോട്, അങ്ങനെയുള്ള ഭാഗങ്ങളിൽ തേനീച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഇപ്പോൾ ആദ്യത്തെ തേനെടുക്കുന്നത്. നമ്മൾ തേനെടുക്കുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ഈ ദിവസങ്ങളിലാണ് നമ്മൾ തേനെടുക്കാറുള്ളത്. 2 ദിവസം ഗ്യാപ്പ്. ഇതിപ്പോ കാഞ്ഞിരം. മൊത്തം 10-80ഓളം കോളനികളുണ്ട് പല സ്ഥലങ്ങളിലായിട്ടാണ്. പാലക്കത്ത് ഒരു 10-30, പിന്നെ വീടിന്റെ ചുറ്റുപാടുള്ള തോട്ടങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ബേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഇത് ഫുള്ള് ഇതിന് ഇത്രയും ഭാഗം നമ്മൾ ഒരു അട കട്ട് ചെയ്തിട്ട് കൊടുക്കണം, ചെറിയൊരു പീസാക്കി കൊടുക്കണം. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആ കോളനി അഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ചെറിയൊരു പീസ് ഇതൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കും. ബാക്കി ഇതിങ്ങനെ കെട്ടി കയറ്റുക ചെയ്യല്. അങ്ങനെ സെറ്റ് ആവും. പിന്നെ അങ്ങനെ സെറ്റ് ആവും. പിന്നെ പൂർണ്ണ വളർച്ചെത്തിയ ഒരു അടയായി മാറും. ഫുള്ള് കവറിങ് ആവണം, ഒരുവിധം കവറിങ് ആവണം. ജസ്റ്റ് ഒന്ന് കുടയുക. ഇത് ബി നൈഫാണ്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സീലിയുടെ ഭാഗം കട്ട് ചെയ്യും. ഇല്ലല്ല, അപ്പൊ നശിപ്പിക്കാത്തതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അടുത്ത ആഴ്ചയും തേനെടുക്കാൻ പറ്റുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കറക്കി വിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കുക, ഇതിന്റെ ഈ ഒരു സൈഡിലുള്ള കംപ്ലീറ്റ് തേൻ പോയിട്ടുണ്ട്. ഈ അട 2 സൈഡിലത്തെയും തേന് മൊത്തം വീണു. പിന്നെ ഇപ്പൊ എടുക്കുന്ന തേനുകളുടെ ഒരു പ്രത്യേകത, ഈ തേനിന്റെ ആദ്യം വരുന്ന തേന് ഒരു വെളിച്ചെണ്ണയുടെ കളറാവും. ഈ റബ്ബറേല മൂക്കിനനുസരിച്ചിട്ട് അതിന്റെ കളറിന് കളർ വ്യത്യാസം വരും. അതായത് ഇത് കൊണ്ടുവരുന്ന തേനീച്ചക്ക് ഇത് കുടിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. തേനിന്റെ കളർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് കളറാണെന്നൊരു ചിന്താഗതിയാണ് അവർക്കുള്ളത്. അപ്പം നമ്മളിന്ന് ആൾക്കാർ ആദ്യം മേടിച്ച് കഴിഞ്ഞാൽ അവർ പറയും ഇത് ശരിക്കുള്ള തേനല്ല, കാരണം ഇതിന്റെ കളർ വേറെയാണ്. യഥാർത്ഥത്തിൽ തേനിന്റെ കളർ ഇങ്ങനെ ഇലയുടെ മൂപ്പനുസരിച്ച് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. ഇതേപോലെ ഈച്ച മേലേക്ക് പൊക്കും. ഇതിന്റെ അർത്ഥം ഇനിയും തേൻ വരുന്നുണ്ടെന്നാണ് അർത്ഥം. ഒരു ബോക്സ് കൊണ്ട് വെച്ച് കൊടുക്കും. മുതൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ തീറ്റ കറക്റ്റ് ആയിട്ട് കൊടുക്കും. ഇത് ഈ അടയൊക്കെ ഒഴിവാക്കും. ഒക്കെ ഒഴിവാക്കും. നമ്മുടെ വീടിനോട് 10-30 പെട്ടിയൊക്കെ ഉള്ള സൈറ്റുകളുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു 10-15 പെട്ടി പിരിച്ചു കൊണ്ടുപോകും. അതേപോലെ 4 അടയും റാണീനും കൂടെ പിരിച്ച് വേറെ സൈറ്റിൽ കൊണ്ടുവെക്കും. എന്നിട്ട് അവിടെയുള്ള പെട്ടികളിൽ എന്ത് ചെയ്യും, ഈ ഇതിൽ നിന്നുള്ള റാണി സെല്ല് കട്ട് ചെയ്യും. ഓരോ റാണി സെല്ല് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ ഓരോ പെട്ടി പിരിച്ചു വെക്കും. ആണിമുട്ട വെക്കുമ്പോൾ എത്ര ദിവസം കൊണ്ട് വിരിഞ്ഞു വരിക? ഒരാഴ്ച കൊണ്ട് വരും? ഒരാഴ്ച ഒന്നും വേണ്ട. അതായത് 10ാമത്തെ ദിവസം നമ്മൾ കട്ട് ചെയ്യാം. 9 to 10 കട്ട് ചെയ്യും. തണുപ്പ് അനുസരിച്ചാണ്. ഇപ്പൊ പെട്ടെന്ന് റാണി സെല്ല് വരും, ചൂടനുസരിച്ച് വേഗം വിരിയും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ തേൻ സീസൺ ഉണ്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഈ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് വേറെ ഒരു പണിക്കും പോകാൻ പറ്റില്ല. 9 മാസം നല്ല കെയർ ചെയ്യേണ്ട ഒരു സമയമാണ്. കെയർ ചെയ്യേണ്ട സമയം. അതിന് മെല്ലെ വേദനിപ്പിക്കാതെ മെല്ലെ അങ്ങോട്ട് എടുത്താണ്. ചെറുതേന് 10-60ഓളം കോളനി ഉണ്ട്. ചെറുതേന വേണ്ട, ചെറുതേന ഒന്നും കൊടുക്കണ്ട. ഒരു പ്രാവശ്യം നമ്മള് പെട്ടിയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. ചെറുതേനീച്ച തുറക്കുമ്പോ എപ്പോഴും നമുക്ക് ഈ മുഖാവരണ കുത്തില്ല, ചെറുതേനീച്ച കുത്താറില്ല, ചെറുതായിട്ട് കടിക്കുള്ളൂ. സീസൺ ആയിട്ടില്ല, നമ്മള് എടുക്കാറായിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇതാണ് ചെറുതേനീച്ചയുടെ റാണി എന്നുള്ളത്. പുതിയ റാണി മുട്ടയിടാൻ വേണ്ടിയുള്ള ക്യാപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. മുട്ടയിട്ട ശേഷം എന്ത് ചെയ്യും, ഇത് തന്നെ ക്യാപ്പ് വെച്ച് അടയ്ക്കും. അങ്ങനെ വിരിയാറായി മുട്ടയാണ് ഈ ഇരിക്കുന്നത്. ബ്രൗൺ കളറിലേക്ക് വരും. അത് കഴിഞ്ഞ വർഷം പിരിച്ചു വെച്ച പെട്ടിയാണ്. തേൻ കുറവാണ്. ഏകദേശം 2500 രൂപയുടെ അടുത്താണ് ഞാൻ കൊടുക്കുന്നത്. ഒരു കിലോക്കാണ്, ലിറ്റർ അല്ല.